ഇപ്പോൾ വയനാട്ടിലെ ചിക്കല്ലൂരിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം രാത്രിയിലും തുടരുകയാണ്. കാട് കയറ്റാനുള്ള ശ്രമത്തിനിടെ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഓടിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം വളഞ്ഞിരിക്കുന്നു. പോലീസുമുണ്ട്. ജനങ്ങൾ ആരും പുറത്തിറങ്ങരുതെന്നും കടകൾ അടച്ചിടണമെന്നും വനം വകുപ്പും പോലീസും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖാദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതിനുശേഷം ചില പ്രതികരണങ്ങളുണ്ട്. കാട്ടിലേക്ക് ഓടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കടുവ വളരെ വേഗം നാട്ടിലേക്ക് തന്നെ തിരിച്ചോടിയത്. ജനവാസ മേഖലയാണ്. പടക്കം പൊട്ടിച്ചുമൊക്കെ കടുവയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാട്ടിലേക്ക് കയറി പോകേണ്ടതിന് പകരം വീണ്ടും ജനവാസ മേഖലയിലേക്ക് കടുവ പാഞ്ഞ് തിരികെ ഓടിയത്. അപ്പം ഇപ്പോഴും ഇത് അനൗൺസ്മെന്റ് പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക് പുറത്തിറങ്ങാതെയും എവിടെയെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യമല്ലാത്തൊരവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ആദ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ഭീതിയിലാണെന്നുള്ളതാണ് സത്യം. സായ്കുമാറും സാനിയമുനും മുഖമുണ്ട്. സായ്കുമാർ, ഇപ്പോഴും കടുവ ജനവാസ മേഖലയിൽ തന്നെയാണ്. ചിക്കല്ലൂർ ഭാഗത്ത് ജനങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരികെ കാടുകയറ്റാറായിട്ടില്ല. ഇപ്പോൾ എന്താണ് വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പടക്കം പൊട്ടിച്ചുമൊക്കെ കടുവയെ തിരികെ കയറ്റാനാണോ? ഇപ്പോഴും കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ പറ്റുന്ന അകലത്തിൽ തന്നെയാണോ കടുവയുള്ളത്? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രകാരം പച്ചിലക്കാട് മേച്ചേരി ഭാഗത്തേക്കാണ് ഈ കടുവ പോയിട്ടുള്ളത് എന്നാണ്. അത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇത് ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ആ ഭാഗത്തേക്കാണ് ഈ കടുവ ഇപ്പോൾ ഓടി മറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു കാപ്പിത്തോട്ടം അടക്കമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ കടുവ ഉള്ളത് എന്നൊരു നിഗമനത്തിലാണ് വനപാലക സംഘം ഉള്ളത്. അവിടെ ഡ്രോൺ നിരീക്ഷണം അടക്കം ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായത് വനപാലകർ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ കടുവയെ കാട്ടിലേക്ക് ഓടിച്ചു വിടാം എന്നുള്ളതായിരുന്നു വനപാലകർ പ്രതീക്ഷിച്ചിരുന്നത്. പാതിരിയമ്പം വനമേഖലയിലേക്ക് ഈ കടുവയെ ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് വളരെ തൊട്ടടുത്തുള്ള ഒരു കാട് കൂടിയാണ്. അങ്ങോട്ടേക്ക് വേഗത്തിൽ ഓടിച്ചു വിടാം എന്നായിരുന്നു വനപാലകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കടുവ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓടിയത്. അത് മേച്ചേരി വയൽ മേഖല, അതൊരു വയൽ മേഖലയാണ്. ആ മേച്ചേരിക്കുന്ന് ഭാഗത്തേക്ക് കടുവ ഓടി മറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ അടക്കം ക്യാമറയിൽ പതിഞ്ഞത്. ഇന്നലെ കടുവയെ കണ്ട പടിക്കം വയൽ മേഖലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ കണ്ട ഈ മേച്ചേരി വയൽ മേഖല. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഈ കടുവ ഓടിമറഞ്ഞത്. രാവിലെ തന്നെ ഈ പ്രദേശത്ത് കാൽപ്പാട് കണ്ടെത്തിയതോടെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തിയിരുന്നു. മുത്തങ്ങയിൽ നിന്ന് തന്നെയുള്ള കുങ്കിയാനകളായ ഭരത്, വിക്രം എന്നിവയൊക്കെ ഈ മിഷന്റെ ഭാഗമായി എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 80 അംഗ വനപാലക സംഘവുമൊക്കെ തമ്പടിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഉണ്ടായത്. ഈ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയ ഒരു ഭാഗത്ത് തന്നെ ആ ഭാഗത്ത് കടുവ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഈ കടുവ ഈ ആളുകളുടെ ശബ്ദം കേട്ട് ഓടി മറയുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മുടെ അടക്കം ക്യാമറയിൽ പതിഞ്ഞത്. ഈ കടുവയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ക്ഷീണവുമില്ല, നല്ല ആരോഗ്യവാനാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ കടുവ ഓടി മറഞ്ഞ പച്ചിലക്കാട് മേച്ചേരി ഭാഗം എന്ന് പറയുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കർശനമായിട്ടുള്ള നിർദ്ദേശം, ഒരു കാരണവശാലും ആളുകൾ പുറത്തിറങ്ങരുത് എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു നിമിഷം സാനിയോ, ഈ പരിസരത്ത് നിന്ന് കാട്ടിലേക്ക് ഇപ്പോൾ കടുവയെ തിരികെ തുരത്തി വിടുക എന്നുള്ളത് കുറച്ചുകൂടി ദുഷ്കരമാണോ? അങ്ങനെ വന്നാൽ മയക്കുപിടിയിലേക്ക് കടക്കേണ്ടി വരും അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ദുഷ്കരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നീർവാരം വനമേഖലയാണ് ഈ കണിയാമ്പറ്റ ചീക്കല്ലൂർ ഭാഗത്തിന് അടുത്തുള്ള ഒരു വനമേഖല എന്ന് പറയുന്നത്. അവിടേക്ക് 2 കിലോമീറ്റർ എങ്കിലും ഉണ്ട്. ആ പ്രദേശത്തേക്ക് കടുവയെ തുരത്തണമെങ്കിൽ കടുവ വനം വകുപ്പ് വിചാരിക്കുന്ന ആ ദിശയിലേക്ക് ഓടണം. പക്ഷെ കടുവ ആ ദിശയിൽ ഓടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കടുവ നേരെ തിരിഞ്ഞുള്ള ദിശയിലേക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വിചാരിച്ചെടുത്ത് കാര്യങ്ങളൊന്നും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കടുവ ഓടിക്കയറിയത് ഒരു തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിലും ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പടക്കം പൊട്ടിക്കുമ്പോഴും കടുവ കാടുള്ള ഭാഗത്തേക്ക് തന്നെ ഓടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മേച്ചേരി, എരമല്ലൂർ, കണിയാമ്പറ്റ പ്രദേശങ്ങളിലുള്ളവരൊക്കെ കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കടകളൊന്നും തുറക്കാൻ പാടില്ല, മുറ്റത്ത് പോലും ഇറങ്ങാൻ പാടില്ല എന്നാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നല്ല ആരോഗ്യവാനായ കടുവയാണ്. പ്രജനനകാലമായതുകൊണ്ടാണ് പുറത്തിറങ്ങിയെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ അവശനിലയിൽ പോലും അല്ല കടുവ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാനിയോ. മേച്ചേരി, എരമല്ലൂർ, കണിയാമ്പറ്റ പ്രദേശത്തുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക. നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക. പോലീസിന്റെയും വനംവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുക. കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്.